ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ അഥ ഷഷ്ഠോധ്യായ. ഈ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം മുതൽ പാരായണം തുടരുന്നു. സൂത ഉവാച സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിന ഹൃദ്യാകാശാദഭൂന്നാദോ വൃത്തിരോധാദ്വിഭാവ്യത്തെ യദുപാസനയാ ബ്രഹ്മൻ യോഗിനോ മലമാത്മന ദ്രവ്യക്രിയാകാരകാഖ്യം ധുത്വാ യാന്ത്യ പുനർഭവം തതോ ഭൂതൃവൃതോങ്കാരോ യോ വ്യക്തപ്രഭവസ്വരാട് യത്തല്ലിംഗം ഭഗവതോ ബ്രഹ്മണ പരമാത്മന ശൃണോതി യ ഇമം സ്ഫോടം സുപ്തശ്രോത്രേ ച ശൂന്യദൃക് യേന വാഗ്വ്യജ്യതേ യസ്യാം വ്യക്തിരാകാശ ആത്മന സ്വധാംനോ ബ്രഹ്മണ സാക്ഷാദ്വാചക പരമാത്മന സ സർവമന്ത്രോപനിഷദ്വേദബീജം സനാതനം തസ്യ ഹ്യാസംസ്ത്രയോ വർണ്ണ അകാരാദ്യ ഭൃഗുദ്വഹ ധാര്യന്തേ യൈസ്ത്രയോ ഭാവ ഗുണനാമാർത്ഥവൃത്തയാ തതോക്ഷരസമാംനായമസൃജൽ ഭഗവാനജ അന്തസ്ഥോഷ്മസ്വരസ്പർശഹ്രസ്വദീർഘാദിലക്ഷണം തേനാസൗ ചതുരോ വേദാംശ്ചതുർഭിർവദനൈർവിഭൂ സവ്യാഹൃതികാൻസോങ്കാരാംശ്ചാതുർഹോത്ര വിവക്ഷയാ പുത്രാനധ്യാപയം താംസ്തു ബ്രഹ്മർഷിൻ ബ്രഹ്മഗോവിദാൻ തേ തു ധർമ്മോപദേഷ്ടാരാ സ്വപുത്രേഭ്യ സമാദിശൻ തേ പരമ്പരയാ പ്രാപ്താസ്തത്തച്ഛിഷ്യൈർധൃതവ്രതൈ ചതുർയുഗേഷ്വധവ്യസ്താ ദ്വാപരാദൗ മഹർഷിഭിः ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യ കാലത വേദാൻ ബ്രഹ്മർഷയോ വ്യസ്യൻ ഹൃദിസ്ഥാച്യുതചോദിത അസ്മിന്നപ്യന്തരേ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന ബ്രഹ്മേശാദ്യൈർലോകപാലൈർയാചിതോ ധർമ്മഗുപ്തയേ പരാശരാൽ സത്യവത്യാമംശാംശകലയാ വിഭൂ അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വേദവ്യാസ ഭഗവാൻ കീ ജയ്. ഋഗധർവയജുസ്സാംനാം രാശീനുദ്ധൃത്യ വർഗശ ചതസ്ര സംഹിതാശ്ചക്രേ മന്ത്രൈർമണിഗണാ ഇവ താസാം സചതുരശിഷ്യാനുപാഹൂയ മഹാമതി ഏകൈകാം സംഹിതാം ബ്രഹ്മന്നേകൈകസ്മൈ ദദൗ വിഭു പൈലായ സംഹിതാമാദ്യാം ബഹ്യജാഖ്യാമുവാച വൈശമ്പായന സംജ്ഞായ നിഗദാഖ്യം യജുർഗണം സാംനാം ജൈമിനയേ പ്രാഹ
തഥാ ഛന്ദോഗസംഹിതാം അഥർവാംഗിരസീം നാമ സ്വശിഷ്യായ സുമന്തവേ പൈലസ്വസംഹിതാമൂച ഇന്ദ്രപ്രമിതയേ മുനി ബാഷ്കളായ ച സോപ്യാഹ ശിഷ്യേഭ്യ സംഹിതാം സ്വകാം ചതുർധാവ്യസ്യ ബോധ്യായ യാജ്ഞവൽക്യായ ഭാർഗവ പരാശരായാഗ്നിമിത്രേ ഇന്ദ്രപ്രമിതിരാത്മവാൻ അധ്യാപയൽ സംഹിതാം സ്വാം മാണ്ഡൂകേയമൃഷിം കവിം തസ്യ ശിഷ്യോ ദേവമിത്ര സൗഭരാദിഭ്യഊചിവാൻ ശാകല്യസ്തൽസുതസ്വാം തു പഞ്ചധാവ്യസ്യ സംഹിതാം വാത്സ്യമുദ്ഗലശാലീയ ഗോഖല്യ ശിശിരേഷ്വധാൽ ജാതു കർണ്യശ്ച തച്ഛിഷ്യ സനിരുക്താം സ്വസംഹിതാം ബലാഗപൈജവൈതാളവിരജേഭ്യോ ദദൗ മുനി ബാഷ്കളി പ്രതിശാഖാഭ്യോ ബാലഖില്യാഖ്യസംഹിതാം ചക്രേ ബാലായ നിർഭജ്യ കാസാരശ്ചൈവ താം ദധൂ ബഹ്വചാസംഹിതാ ഹ്യേത ഏഭിർബ്രഹ്മർഷിഭിർധൃത ശ്രുത്വൈതച്ഛന്ദസാം വ്യാസം സർവപാപൈ പ്രമുച്യത്തെ വൈശമ്പായന ശിഷ്യാ വൈ ചരകാധ്വര്യവോ ഭവൻ യച്ചേരുർബ്രഹ്മഹത്യാംഹ ക്ഷപണം സ്വഗുരോർവ്രതം യാജ്ഞവൽക്യശ്ച തച്ഛിഷ്യ ആഹാഹോ ഭഗവൻ കിയൽ ചരിതേനാൽപസാരാണാം ചരിഷ്യേഹം സുദുശ്ചരം ഇത്യുക്ത്വാ ഗുരുരപ്യാഹ കുപിതോ യാഹ്യലം ത്വയാ വിപ്രാവമന്ത്രാ ശിഷ്യേണ മദധീതം ത്യജാശ്വിതി ദേവരാതസുതസ്സോപി ഛർദിത്വാ യജുഷാം ഗണം തതോ ഗതോധ മുനയോ ദദൃശുസ്താൻ യജുർഗണാൻ യജൂംഷി തിത്തിരാ ഭൂത്വാ തല്ലോലുപതയാ ദദു തൈത്തിരീയാ ഇതി യജുശാഖ ആസൻ സുപേശലാം യാജ്ഞവൽക്യസ്തതോ ബ്രഹ്മൻ ഛന്ദാംസ്യധിഗവേഷയൻ ഗുരോരവിദ്യമാനാനി സുപതസ്ഥേർക്കമീശ്വരം യാജ്ഞവൽക്യ ഉവാച ഓം നമോ ഭഗവതേ ആദിത്യായാഖിലജഗദാമാത്മസ്വരൂപേണ കാലസ്വരൂപേണ ചതുർവിധഭൂതനികായാനാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാമന്തർഹൃദയേഷു ബഹിരപി ചാകാശ ഇവോപാധിനാ വ്യവധീയമാനോ ഭവാനേക ഏവ ക്ഷണലവനിമേഷാവയവോപചിത സംവത്സരഗണേനാപാമാദാന വിസർഗാഭ്യാമിമാം ലോകയാത്രാമനുവഹതി ഹരേ യദുഹ വാ വിബുധർഷഭ സവിതരതസ്തപത്യനുസവനമഹരഹമാംനായ വിധിനോപതിഷ്ഠമാനാനാം അഖില ദുരിതവൃജന ബീജാവഭർജന ഭഗവത സമഭിധീമഹി തപന മണ്ഡലം യൈഹ വാ സ്ഥിരചരനികരാണാം നിജനികേതനാനാം മന ഇന്ദ്രിയാസുഗണാനാത്മന സ്വയമാത്മാന്തര്യാമി പ്രചോദയതി യ ഏവേമം ലോകമതികരാളവദനാന്ധകാരസംജ്ഞാചകരഗ്രഹഗിളിതം മൃതകമിവ വിചേതനമവലോക്യാനുകമ്പയാ പരമകാരുണിക ഈക്ഷൈവോദ്ധാപ്യാഹരഹനുസവനം ശ്രേയസി സ്വധർമാഖ്യാത്മാവസ്ഥാനെ പ്രവർത്തയത്യവനിപതിരിവാ സാധൂനാം ഭയമുദീരയന്നടതി പരിത ആശാപാലൈസ്തത്ര തത്ര കമലകോശാഞ്ജലിഭിരുപഹൃതാർഹണ അധഃ ഭഗവംസ്തവ ചരണനളിനയുഗളം ത്രിഭുവനഗുരുഭിർവന്ദിതമഹമയാതയാമമയജുക്കാമ ഉപസരാമീതി സൂത ഉവാച ഏവം സ്തുതസ്സ ഭഗവാൻ വാജിരൂപധരോ ഹരി യജൂംഷയാതയാമാനി മുനയേദാൽ പ്രസാദിത യജുർഭിരകരോച്ഛാഖ ദശപഞ്ചശതൈർവിഭൂ ജഗൃഹുർവാചസന്യസ്താ കാണ്വമാദ്യന്തിനാദയാ ജൈമിനെ സാമഗസ്യാസീൽ സുമന്തുസ്തനയോ മുനി സുന്വാംസ്തു തൽസുതസ്താഭ്യാമേകൈകാം
പ്രാഹ സംഹിതാം സുകർമാ ചാപി തച്ഛിഷ്യ സാമവേദതരോർമഹാൻ സഹസ്രസംഹിതാഭേദം ചക്രേ സാംനാം തതോ ദ്വിജ ഹിരണ്യനാഭ കൗസല്യ പൗഷ്യഞ്ജിശ്ച സുകർമ്മണ ശിഷ്യോ ജഗൃഹതുശ്ചാന്യ ആവന്ത്യോ ബ്രഹ്മവിത്തമ ഉദീച്യ സാമഗാ ശിഷ്യ ആസൻ പഞ്ചശതാനി വൈ പൗഷ്യഞ്ജ്യാവന്ധ്യശോശ്ചാപി താംശ്ച പ്രാച്യാൻ പ്രചക്ഷത്തെ ലൗഗാക്ഷിർമാംഗലികുല്യ കുസീത കുക്ഷിരേവ ച പൗഷ്യഞ്ജി ശിഷ്യാ ജഗൃഹു സംഹിതാസ്തേ ശതം ശതം കൃതോ ഹിരണ്യനാഭസ്യ ചതുർവിംശതി സംഹിത ശിഷ്യ ഊചേ സ്വശിഷ്യേഭ്യ ശേഷ ആവന്ദ്യ ആത്മവാൻ. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ വേദവിഭാഗനിരൂപണം നാമ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം, കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തുമൈശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും. കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം. കൃഷ്ണ തൊഴുന്നേനഹം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാഗവത സൂര്യനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹങ്ങളാകുന്ന കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 933 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ശൗനകൻ സൂതപൗരാണികനോട് ചോദിച്ചു, വേദങ്ങൾ എത്രയായിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ളത് അറിയാനുള്ള താല്പര്യം പറഞ്ഞപ്പോൾ വേദവിഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേദത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ആദ്യം പറയുകയാണ്. ഇവിടെ പറഞ്ഞു, സൂതം പറയുകയാണ്, സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിന ഹൃദ്യാകാശാദ് അഭൂനാദോ വൃത്തിരോധാത് വിഭാവ്യത്തെ. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണോത്തമ, ശൗനകനെ അഭിസംബോധന ചെയ്യുകയാണ്. സമാഹിതാത്മനഃ പരമേഷ്ഠിനഃ, ഭഗവത് ധ്യാനനിഷ്ഠനായിരിക്കുന്ന പരമേഷ്ഠിനഃ, ഉത്തമാധികാരിയായിരിക്കുന്ന ബ്രഹ്മണഃ, ബ്രഹ്മാവിന്റെ ഹൃദി ആകാശാൽ, ഹൃദയാകാശത്തിൽ നിന്ന് നാദഃ അഭൂത്, നാദം ഉണ്ടായി. വൃത്തിരോധാ, വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് വിഭാവ്യത്തെ അറിയപ്പെടുന്നു. അപ്പോ തൻ്റെ ജന്മസ്ഥാനമായിരിക്കുന്ന താൻ ആരുടെ നാഭീകമലത്തിൽ നിന്നാണോ ഉണ്ടായത് ആ നാരായണമൂർത്തിയെ നാൻമുഖൻ ധ്യാനിച്ചും കൊണ്ട് പരമമായ ഉത്കൃഷ്ട സ്ഥാനത്തിൽ വസിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്നും ഒരു നാദമുണ്ടായി എന്നാണ്. ഇപ്പോ നമ്മുടെ ശ്രോത്രേന്ദ്രിയത്തെ, ശ്രോത്രപുടങ്ങളെ കൈകൊണ്ടടിച്ചു കഴിഞ്ഞാൽ ഒരു നാദം ഉണ്ടാവും, ഇല്ലേ? ആ നാദം ബ്രഹ്മാവിൻ്റെയും ഹൃദയാകാശത്തിൽ അങ്കുരിച്ചു, അല്ലെങ്കിൽ ശബ്ദമുണ്ടായി. യദുപാസനയാ ബ്രഹ്മൻ യോഗിനോ മലമാത്മന ദ്രവ്യക്രിയാകാരകാഖ്യം ധൂത്വാ യാന്ത്യ പുനർഭവം. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, വീണ്ടും വിളിക്കുകയാണ്. യദുപാസനയാ, യാതൊന്നിന്റെ ഉപാസന കൊണ്ടാണോ, യോഗിനഃ, യോഗികൾ, ദ്രവ്യക്രിയാകാരകാഖ്യം, ദ്രവ്യം ക്രിയ കാരകം
എന്ന ആഖ്യയോടുകൂടിയ പേരോടുകൂടിയ ആത്മനഹാമലം ആത്മാവിന്റെ മാലിന്യത്തെ ധൂത്വ കളഞ്ഞിട്ട് അപുനർഭവം യാന്തി പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. നാദത്തെ ഉപാസിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും. കാരണം ശൗനകനോട് പറയുകയാണ്, ഹൃദയാകാശത്തിൽ അഭിവ്യക്തിയെ അങ്കുരിച്ച ആ നാദത്തിന്റെ ഉപാസന കൊണ്ട് യോഗികൾ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള ദോഷങ്ങളെയും നശിപ്പിച്ചിട്ട് പുനർജന്മരഹിതമായിരിക്കുന്ന അപുനർഭവം പരമപദത്തെ, ആ വൈഷ്ണവ പദത്തിലേക്ക് എത്തുന്നു. 3ആയിട്ടും വിളങ്ങുന്ന വസ്തു നിർവികാര സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെ എന്ന സാക്ഷാത്കാരം യോഗികൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു? നാദാനുസന്ധാനം, നാദത്തെ അനുസന്ധാനം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്നാണ്. തതോ ഭൂതൃവൃതോങ്കാരോ യോവ്യക്ത പ്രഭവസ്വരാട് യത്തല്ലിംഗം ഭഗവതോ ബ്രഹ്മണ പരമാത്മന തഥാ. ആ നാദത്തിൽ നിന്നും ത്രിവൃത്ത 3 മാത്രകളോടുകൂടിയ ഓങ്കാരം, പ്രണവം, അഭൂത് ഉണ്ടായി. യാതൊന്ന് അവ്യക്ത പ്രഭവ, അവ്യക്തത്തിൽ നിന്നുണ്ടായതും, സ്വരാട് സ്വയം രാജത്തെ, സ്വയമേവ ശോഭിക്കുന്നതും ആണ്. യത് യാതൊന്നു ഹേതുവായിട്ട്, തത് അത് പരമാത്മനഃ ബ്രഹ്മണഃ ലിംഗം. അപ്പോ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ആ അറിയിപ്പ് ജ്ഞാപകമാണ് എന്ന് പറയുന്നു. ഈ നാദത്തിൽ നിന്ന് അകാരം, ഉകാരം, മകാരം, ആ ഊ മാ അതിങ്ങനെ ചേർത്തു പറയുമ്പോ ഔമ ഔമ ഓം എന്ന ശബ്ദമുണ്ടാകും. അത് സ്വയമേവ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായകയാൽ അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മമായതുകൊണ്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന വാചകമായിട്ട് ഓം എന്നുള്ളത് ഉപയോഗിക്കുന്നു. ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃത. ഓം തത് സത് അല്ലെ, ഓം തത് സൽ എന്ന് പറയുന്നു. അപ്പൊ ഈ 3 അക്ഷരങ്ങളും ബ്രഹ്മവാചകങ്ങളാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ കാണിച്ചു തരുന്ന പ്രമാണങ്ങളാണ് എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ശൃണോതിയ ഇമം സ്ഫോടം സുപ്തശ്രോത്രേ ച ശൂന്യദൃക് യേന വാഗ്വ്യജ്യതേ യസ്യ വ്യക്തിരാകാശ ആത്മന. സുപ്തശ്രോത്രേ ച, ശ്രോത്രം സുപ്തമായിരിക്കുന്ന വിഷയത്തിലും, ശൂന്യദൃക്ക് ശൂന്യത്തിൽ ദർശനത്തോടുകൂടിയ യാതൊരുവൻ ഇമം സ്ഫോടം ഈ ശബ്ദത്തെ ശൃണോതി ശ്രവിക്കുന്നു, യേന യാതൊന്നിനാൽ, വാക് വ്യജ്യത്തെ വാക്ക് വ്യഞ്ജിക്കപ്പെടുന്നു, യസ്യ യാതൊന്നിന്റെ ആ വ്യക്തി സ്പഷ്ടത ആത്മനഃ ആകാശേ ഹൃദയാകാശത്തിൽ ഉണ്ടാവും. അപ്പൊ പരമാത്മാവിനെയും ജീവാത്മാവിനെയും വേർതിരിച്ചറിയാനുള്ള ഉപായം, ഏതൊരു പ്രണവം ഹൃദയാകാശത്തിൽ സ്വതേ വിളങ്ങുന്നു, യാതൊരു പ്രണവമാകുന്ന ബീജത്തിൽ നിന്ന് ശബ്ദബ്രഹ്മം ലോകത്തിൽ വിളങ്ങുന്നു, ആ പ്രണവത്തെ ശ്രവണേന്ദ്രിയവൃത്തി ഇല്ലാതിരിക്കുമ്പോഴും ആരാണോ അറിയുന്നത് അയത് പരമാത്മാ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയാം. ജീവാത്മാവ് തന്നെ ഹൃദയാകാശത്തിൽ വിളങ്ങുന്ന ശബ്ദത്തെ ശ്രവിക്കുന്നു. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണെങ്കിൽ ജീവന് ശ്രോത്രാദികളാകുന്ന ഇന്ദ്രിയങ്ങളോടുകൂടി മാത്രമേ ജ്ഞാനമുണ്ടാവുള്ളൂ. ചെവി കേൾക്കാത്ത ആൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ പരമാത്മാവിന് അങ്ങനെയല്ല, സ്വതേ ജ്ഞാനസ്വരൂപനാണ്. ഒരു ജ്ഞാന സമ്പാദനം പരമാത്മാവിന് ആവശ്യമില്ല. അപ്പോ ജഡങ്ങളായ ഇന്ദ്രിയങ്ങളുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ട് ഗാഠനിദ്രയിൽ ഇന്ദ്രിയാദികളൊക്കെ ലയിച്ചിരിക്കുമ്പോഴും ശബ്ദത്തെ കേൾക്കുകയും ആ ജീവനെ പ്രബോധിപ്പിക്കാനും പരമാത്മാവിന് സാധിക്കും. ഉറക്കത്തിൽ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ ഉണരുന്നു അല്ലേ?
ആ വിളിച്ച ശബ്ദം കേൾക്കുന്നത് ആരാണ്? ജീവനല്ല. ഇന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ജീവന് ശബ്ദശ്രവണത്തിന് ഉപകരിക്കുന്ന ശ്രോത്രേന്ദ്രിയം അപ്പോ ഉള്ളിൽ ലീനമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശബ്ദം ശ്രവിച്ചതും ജീവനെ ഇന്ദ്രിയോന്മുഖമാക്കി ഉണർത്തിവിട്ടതും പരമാത്മാവാണ്, അല്ലേ? അതുകൊണ്ടാണ് പരമാത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. സ്വധാംനോ ബ്രഹ്മണ സാക്ഷാത് വാചക പരമാത്മന സ സർവമന്ത്രോപനിഷത് വേദബീജം സനാതനം. എന്നിട്ട് പറയുകയാണ് സ്വധാംനഃ, തൻ്റെ ആശ്രയമായും പരമാത്മനഃ, പരമാത്മാവുമായിരിക്കുന്ന ബ്രഹ്മണ, ബ്രഹ്മത്തിൻ്റെ സാക്ഷാത് വാചക, സാക്ഷാത്തായ വാചകവും സർവമന്ത്രോപനിഷത്ത്, സർവമന്ത്രങ്ങളുടെയും രഹസ്യവും വേദബീജം, വേദങ്ങളുടെ ബീജവുമായ സ, അത് സനാതനം, അവികാരിയായി നിൽക്കുന്നു. ഏത്? ആ പ്രണവം. ആ പ്രണവത്തിന്റെ ആശ്രയമായും പരമാത്മാവായും ഇരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്തായിട്ട് ബോധിപ്പിക്കുന്നതാണ് ആ പ്രണവം. ഇപ്പൊ ഭഗവാൻ പ്രണവം ജപിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ സർവമന്ത്രങ്ങളുടെയും രഹസ്യാംശമാണ് പ്രണവം. സർവവേദങ്ങളുടെയും ഉൽപ്പത്തിക്കുള്ള മൂലസ്ഥാനമാണ് പ്രണവം. നിർവികാരമാണ് പ്രണവം. ഓങ്കാരത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ഓങ്കാരവും ബ്രഹ്മവും വേറെ വേറെയല്ല എന്ന് ചുരുക്കം. തസ്യ ഹ്യാസംസ്ത്രയോ വർണ്ണ അകാരാദ്യാ ഭൃഗുദ്വഹ ധാര്യന്തെ യൈസ്ത്രയോ ഭാവ ഗുണനാമാർത്ഥവൃത്തയാ ഭൃഗുദ്വഹ. ഹേ ഭൃഗുശ്രേഷ്ഠ, തസ്യ, അതിൽ നിന്ന്, അകാരാദയ, അകാരം തുടങ്ങിയ ത്രയഃ വർണ്ണാഹ, 3 വർണ്ണങ്ങൾ ആസൻ ഉണ്ട്. യൈ, യാതൊന്നുകളാൽ, ഗുണനാമാർത്ഥവൃത്തയ, ഗുണങ്ങൾ, നാമങ്ങൾ, അർത്ഥങ്ങൾ ഇവയുടെ വൃത്തികൾ എന്ന ത്രയഃ ഭാവ, 3 ഭാവങ്ങൾ ധാര്യന്തെ, ധരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ഓങ്കാരത്തിൽ നിന്ന് സർവപ്രപഞ്ചവും ഉണ്ടായി. ശൗനക മുനിയുടെ അടുത്ത് പറയുകയാണ്, ഓങ്കാരത്തിൽ നിന്ന് അകാരം, ഉകാരം, മകാരം, ഈ 3 വർണ്ണങ്ങൾ ചേർന്നിരിക്കുന്നു, അല്ലെ? ഈ 3 വർണ്ണങ്ങൾ ലോകത്തിൽ കാണപ്പെടുന്ന സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെയും, അതേപോലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന് 3 വേദങ്ങളുടെയും, ഭൂർലോകം, ഭുവർലോകം, സ്വർഗലോകം എന്നീ 3 ലോകങ്ങളുടെയും, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെയുള്ള 3 അവസ്ഥാത്രയങ്ങളുടെയും ആശ്രയമായിട്ട് കണക്കാക്കുന്നു. പിന്നെ തതോക്ഷര സമാംനായ അസൃജൽ ഭഗവാനജ അന്തസ്ഥോഷ്മസ്വരസ്പർശ ഹ്രസ്വദീർഘാദിലക്ഷണം. തഥ, അതിൽ നിന്ന്, ഭഗവാൻ അജഹ, ഭഗവാനായ ബ്രഹ്മദേവൻ, അന്തസ്ഥോഷ്മസ്വരസ്പർശ ഹ്രസ്വദീർഘാദിലക്ഷണം, ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്നാണ്. എന്തൊക്കെയാ സൃഷ്ടിച്ചത്? അന്തസ്ഥങ്ങള്, ഊഷ്മാക്കൾ, സ്വരങ്ങൾ, സ്പർശങ്ങൾ, ഹ്രസ്വങ്ങൾ, ദീർഘങ്ങൾ മുതലായ ലക്ഷണങ്ങളോടുകൂടിയ അക്ഷരസമാംനായം, അക്ഷര സമുദായത്തെ അസൃജൽ, സൃഷ്ടിച്ചു. ഓങ്കാരമാത്രകളായ അകാരം, ഉകാരം, മകാരം, ഇതിൽ നിന്ന് ബ്രഹ്മദേവൻ അന്തസ്ഥങ്ങൾ എന്നറിയപ്പെടുന്ന യ, ര, ല, വ എന്നീ അക്ഷരങ്ങൾ, ഊഷ്മാക്കൾ എന്നറിയപ്പെടുന്ന ഷ, ഷ, സ, ഹ എന്നീ അക്ഷരങ്ങൾ, അകാരം തുടങ്ങിയ, അകാരം മുതൽ ആ എന്നുവരെയുള്ള സ്വരാക്ഷരങ്ങൾ, സ്പർശങ്ങൾ എന്ന് പറയപ്പെടുന്ന കകാരം മുതൽ മകാരം വരെയുള്ള 25 അക്ഷരങ്ങൾ, ക, ഘ, ഗ, ഘ, ങ, ച, ഝ, ജ, ഝ, ഞ, ട, ഢ, ഡ, ഢ, ണ, ത, ധ, ദ, ധ, ന, പ, ഭ, ബ, ഭ, മ. അതാണ് കകാരം മുതൽ മകാരം വരെയുള്ള 25 അക്ഷരങ്ങൾ. ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന്
പറയപ്പെടുന്ന മാത്രാഭേദങ്ങളെയും സൃഷ്ടിച്ചു. സർവശബ്ദവികാരങ്ങളും അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളും നിർവികാരമായിരിക്കുന്ന ആ ഓങ്കാരം തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് അക്ഷരത്തെ പൂജിക്കണം എന്ന് പറയുന്നത്. അക്ഷരമൊന്നും പണ്ട് കാലത്തൊന്നും നമ്മൾ ചവിട്ടുക പോലും ഇല്ല അല്ലെ. പേപ്പറൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തൊട്ടുകയിലേ വെക്കും. പിന്നെ അതൊക്കെ നമ്മൾ ഇന്ന് വിട്ടുവിട്ടു പോയി എന്ന് കാണിക്കുന്നു. അങ്ങനെയുള്ള 43 ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കാം. 44 ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം.
ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.